ഗൈസ്, അപ്പം പുതിയൊരു ദിവസമാണ്. 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഒരാളിവിടെ കള പറിക്കുന്നുണ്ട്. ഓക്കെ, മുളകിൻ്റെ താഴത്തൊക്കെ കുറേ പാഴ്ചെടികളൊക്കെ വന്നിട്ടുണ്ട്. എടുക്കുക അല്ലേ? ഒരു ചീര പറിക്കാണ്ടല്ലോ ഇതിനകത്ത്. അവനെ പിടിക്കാം. പെർമിഷൻ ഇല്ലാണ്ട് വളർന്നതാണ്. പക്ഷെ ഓക്കെ, ഓനൊന്ന് പിടിക്കുന്നുണ്ട്. അമ്മ വെണ്ടയ്ക്ക പറിക്കുന്നുണ്ട് അവിടെ. എന്നോട് വെണ്ടയ്ക്ക പറിക്കാനാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. ഇവിടെയും പറിക്കാനുണ്ട് 2-3 എണ്ണം. ഇവിടെ ഉള്ളത് കുറച്ച് ദിവസം മുമ്പ് പറിച്ച് തീർന്നതാണ്. എന്നാലും ഉണ്ട് കുറച്ചെണ്ണം കൂടെ. ഓക്കെ, അപ്പം എന്നാൽ ഞാനേ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. വേറെ എന്തൊക്കെയൊക്കെയോ പറിക്കാനുണ്ടല്ലോ. ആ ചക്ക പഴുത്തു എന്ന് അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? കത്തി എടുത്തിട്ടുണ്ടോ? ആ, അമ്മേൻ്റെ കയ്യിൽ കത്തിയുണ്ട്. അമ്മ വെണ്ടയ്ക്ക പറിക്കുമ്പോൾ കത്തി കൊണ്ടുപോയിണ്ടായിരുന്നു. ആയോ, ഒരു ചക്ക വീണുപോയി. കേട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എവിടെ മമ്മി പറിച്ച പേരയ്ക്ക കാണിച്ചു കൊടുക്കും. സോറി, പേരയ്ക്കാന്ന്, വെണ്ടയ്ക്കാണ് കേട്ടോ. എപ്പോഴും പേരയ്ക്കാന്ന് പറഞ്ഞിട്ടേ. എന്താ ഇതമ്മ കണ്ടില്ല? മൂത്തുപോയോ? അത് വിത്തിന് വെച്ചതാണല്ലോ അന്ന് അല്ലേ? ഓക്കെ, പിന്നെന്ന് പറയുമ്പോൾ ഇപ്പം കണ്ടോ, ഞാൻ കാണിച്ചേരേ. കണ്ടോ ഇപ്പം മാങ്ങ കറക്റ്റ് കാണുന്നത് കണ്ടോ? നല്ല രസമില്ലേ? എത്ര ഉണ്ട് ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മേലുണ്ട്. പിന്നെ ഇവിടെ കുറേ എണ്ണുണ്ട്. കൊള്ളാം. പിന്നെ എന്ന് പറയുമ്പം പയറൊക്കെ വളർന്ന് മേലേക്ക് എത്തിയിട്ടുണ്ട്. ചീര പൂവിട്ടോ. ആണോ? ഓക്കെ, ഇത് വെണ്ടയ്ക്ക ആണോ? ഈ ഭാഗത്തേക്ക് അമ്മ വന്നിട്ടില്ല. അമ്മ അവിടത്തെയാ പറിച്ചത്. അവിടെയുണ്ടോ? വെണ്ടയ്ക്ക നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞ് പറിച്ചില്ലെങ്കിൽ മൂത്തു അല്ലേ? പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. ഓക്കെ, സമയത്ത് വെണ്ടയ്ക്ക പറിക്കണം അല്ലേ? ഓക്കെ, ഓക്കെ. വെണ്ടയ്ക്ക അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മൂത്തു പോവും. പറിച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൂക്കില്ല. ഉപയോഗിക്കാം അല്ലേ? ചീരേ ഇവിടുന്ന് ഒരു ചീരയും പറിച്ചോളൂ. അവിടുത്തെ ആ ചീരയും പറിക്കാം നമുക്ക്. ടച്ചാ, ഇവിടുന്ന് ഒരു ജിമിട്ടനെയും പറിച്ചോളൂ. അവിടെ ഉള്ള അതിനെയും പറിക്കാം. ആണോ? ചുവപ്പ് ചീര പറിക്കാം. ചുവപ്പ് ചീര ആ സൈഡിലാണ്. ഇന്നും പച്ചയാണ് ഞങ്ങൾ പിടിക്കാറ്. ഇന്ന് ഞങ്ങൾ ചുവപ്പിനെ പിടിക്കാൻ പോവാം. കണ്ടോ, ഞങ്ങളെ ഇതെന്ന് ചിരങ്ങയൊക്കെ മുകളിലേക്ക് കയറി ഇവിടെ എത്തി. കൊള്ളാം. അമ്മേൻ്റെ പേരൊക്കെ വല്ലതും പഴുത്തോ? അതിനൊക്കെ കവറിട്ട് വെച്ചിട്ടുണ്ട്. പഴുത്തോ? എല്ലാത്തിനും കവറിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെടോ കണ്ട. അന്ന് വന്ന തളിരൊക്കെ വലിയ ഇലയായി. രാവിലെ വരുന്ന സമയത്ത് നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ ഉണ്ടാവുന്ന സ്ഥലം വണ്ട് അല്ലേ? വണ്ടല്ല, ഒച്ചുമായി. അത് ശരി. അപ്പം നമുക്ക് അതിനുള്ള ഒരു പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട്. ഇത് കണ്ടോ? ഇത് കായ, ഇത് പൂവാ? തളിരാണ്, തൂമ്പ. ആണോ? അറിയൂർ അമ്മയാണ് ഇതിന്റെ. അമ്മ, ഇത് പൂവാണോ നോക്കൂ. അതിലേ പോരും. അതൊക്കെ കായ്ക്കും. ഇത് കണ്ട
നല്ല രസമില്ലേ? മുന്തിരിൻ്റെ മുന്തിരിയല്ല, ഇത് നമ്മുടെ ഞാവൽ, വൈറ്റ് ഞാവൽ. തെഴുവ. ഞാൻ നോട്ടം വെച്ചത് ഇവനെയും ആ മാങ്ങേനെയാണ്. മാങ്ങ ഞാൻ കായ്പിച്ചു. എൻ്റെ ഒരു കഴിവും. അപ്പം അത് പൂവല്ല, അത് കായട്ടോ. അത് കായ മോളെ. ഇല്ല, എന്നാ ഇത് കായാണോ? അല്ലാതെ അല്ല. ആ, ചീര പറിച്ചോളൂ. ഇവിടെ ഉണ്ടല്ലോ കുറേ ചീര. ഇപ്പം വലുതായിക്കോട്ടെ അല്ലേ? ഓക്കെ, എന്നാൽ വലുത് അവിടെ നിന്ന് പറിച്ചോളൂ. ഓക്കെ. ആഹാ, അവരൊക്കെ ഫ്രീ കിട്ടിയതല്ലേ? അതിൻ്റെ പൂവ് ഇട്ടുണ്ടായതായിരിക്കും. 3 വേണോ? 2 മതി എന്നാണ് അമ്മേൻ്റെ കുക്കിംഗ് ഇതിൽ പറയുന്നത്. ഒരുത്തനെ പറിച്ചു. ഉണ്ടോ? പുഴുവൊന്നും കടിച്ചിട്ടില്ല. നല്ല നല്ല ഒരു കുത്തുപോലും ഇല്ലാത്ത നല്ല. ഇത് മതി. നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. പോരാ? എന്നാ നമുക്ക് അതിനെ പറിച്ചാലോ? അവിടെയുള്ള പച്ചയും ചുവപ്പും കൂടി മിക്സ് ആക്കിയാലോ? പച്ച വേണ്ട? അത് മതിയാവുന്നാണ് എൻ്റെ ഒരു. ഓക്കെ, അത് മതി. നമ്മളെ 3 പറിക്കുമ്പോഴേ നമ്മൾ അധികമാവും. കണ്ട ലോങ്കൻ അല്ലേ? ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു കളർ ചേഞ്ച് കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫുള്ള് ഞങ്ങൾ കുഴിച്ചിട്ടതിന് ശേഷം 1 മാസമായോ? 1 മാസത്തിൽ വളർന്നതാ. ആ, ആരാ പഴുത്തവൻ? അവനാ? ഓക്കെ, അതിന് 2 ചുള കിട്ടുമോ? ഓക്കെ. എന്താണ് പുലാസന്റെ പാട്? തളിര് വന്നതൊക്കെ അത്യാവശ്യം വലിയ ഇലയായി. ചാമ്പയ്ക്ക വല്ലതും പറിക്കാനുണ്ടോ? ആണോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അതിൻ്റെ അടുത്തത് അതായത് ഒരു കുറുക്കൻ. കണ്ടിരുന്നു. ആ, അതാ ഇത് കണ്ടില്ല. ഇത് 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 ഇവിടെ ഇത് കണ്ടില്ലല്ലോ. അത് ചെറുതല്ലേ? അത് ഞാൻ ആ, അവിടെയുണ്ട് ഒരു കൊല. അപ്പോൾ ഒന്നിവിടെ ആ, വലുത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വലുതുണ്ട്, അവിടെ ഒരു വലുതുണ്ട്. ആ, അതൊക്കെ കാണിച്ചു തരും. ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾ കാണിച്ചു തരും. അതാണ് റമീസ്. ഈ ചക്കയ്ക്ക് മണമുണ്ടല്ലോ. ഏതാ അബിയു? 4. ആ, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കണ്ടോ. ഞങ്ങൾ പറിച്ച ചക്ക കണ്ടോ ഗൈസ്? ഇവിടുന്ന് എന്ത് മുറിക്കാം? വേണ്ട വേണ്ട, നമുക്ക് അകത്തുനിന്ന് മുറിക്കാം. അബിയു പൂട്ടെന്ന് പറഞ്ഞത് ഇതിൽ നടക്കാൻ. ഇത് നമ്മുടെ ഫോറസ്റ്റ് പ്ലം ആണ് കേട്ടോ. ആ, കുറേ പൂവിട്ടിട്ടുണ്ട്. കായ ആയിട്ടില്ല. ആ, യെസ് യെസ്. ഏതാ? ഇതെന്താ? പേരറിയാത്തൊരു ചീര. ഇംഗ്ലീഷ് ചീര അല്ലല്ലോ. അതിന്റെ പൂവ് കണ്ടോ? കണിക്കുന്ന പോലെ. കൊള്ളാം. ഇതെന്താ? സാധാ പൂവാണ് ഗൈസ്, കാട്ടുപൂ.
കനകാംബരം. ഞാൻ കാണിച്ചു കൊടുത്തു. ഇല്ല, നടക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം, എല്ലായിടത്തും ചെടിയപ്പം. നമ്മളെ മാങ്ങ വലുതായത് കണ്ടോ? അങ്ങനെ വരിക്കി വരിക്കി നിൽക്കും. കണ്ടോ? അത് ഏറ്റവും വലുത് ഇവനാണോ? അല്ല അല്ല, ഇവനാ. അങ്ങനെയാണ് ഗായ്സ് ഇന്നത്തെ വിളവെടുപ്പ്. ചക്ക പറിച്ചു, ചീര പറിച്ചു, വെണ്ടയ്ക്കും പറിച്ചു. എനിക്ക് ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അമ്മയും കൂടെ ഉച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ കുറച്ച് കളക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലേ? ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വഴുതനങ്ങ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പം ഇന്നത് ഞാൻ ലെങ്ത് കൂട്ടുന്നില്ല ഗൈസ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ ഗൈസ്, ബൈ ബൈ പറഞ്ഞോളൂ. ബൈ.